ഹലോ ഡിയർ മക്കളെ, ഈ ഒരു തംബ്നെയിൽ കണ്ട് നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിക്കാണും. അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വന്നത്. സോ ചില കുട്ടികൾ ഞെട്ടിക്കാണും, ചില കുട്ടികൾ കറക്റ്റായിട്ട് ദിവസങ്ങൾ എണ്ണി എണ്ണി മുന്നോട്ട് പോകുന്നതാണ്. സോ അവർക്ക് നോ പ്രോബ്ലം. പക്ഷേ ചില കുട്ടികൾ ഞെട്ടിക്കാണും, അയ്യോ ഇനി വെറും 14 ദിവസമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. യെസ്, നിങ്ങളൊരു ഓർമ്മപ്പെടുത്തലായിട്ട് വന്നതാണ് മക്കളെ നിങ്ങൾക്കായിട്ട്. ഈ നമ്മുടെ മുന്നിൽ വെറും 14 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മാത്സിൻ്റെ സേ എക്സാം എഴുതാൻ. ശരിക്കും സേ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 14 ദിവസത്തിൽ ഏകദേശം ഒരു 12 ദിവസത്തിനുള്ളിൽ സേ എക്സാം സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ മാത്സിൻ്റെ സേ എക്സാം എന്ന് പറയുന്നത് അടുത്ത ബുധനാഴ്ച. അതായത് ഇന്നൊരു ബുധനാഴ്ചയാണ്, ഇന്ന് ജൂൺ 11. സോ ഒരു 14 ദിവസം കഴിയുമ്പോൾ ജൂൺ 25 ആകും. 25-ാം തീയതി രാവിലെ നിങ്ങൾക്ക് മാത്സിൻ്റെ സേ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടും. അപ്പം അത്രയും നമ്മൾ അടുത്തെത്തിയിരിക്കുകയാണ് മക്കളെ. എത്രത്തോളം ദിവസങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് നിങ്ങൾ ആലോചിച്ചോണം. ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തോളം നമ്മുടെ മുന്നിലുണ്ടായിരുന്ന അവിടെ നിന്നാണ് നമ്മൾ ചാടി ചാടി ഇവിടെ 14 ദിവസം മാത്രം എന്ന രീതിയിൽ എത്തിയിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയും മക്കളെ, ഇനി വെറും 7 ദിവസം മാത്രമേ ഉള്ളൂ, ഇനി വെറും 5 ദിവസം മാത്രമേ ഉള്ളൂ. യെസ്, നാളെയാണ് നിങ്ങളുടെ മാത്സ് എക്സാം, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഓർത്തോണം എത്ര പെട്ടെന്നാണ് നമ്മുടെ ദിവസങ്ങൾ പോകുന്നത്. ഈ ദിവസങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടത്തില്ലെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുവാണ്. ദിവസങ്ങൾ വെറുതെ കളഞ്ഞ് വെറുതെ ചിലപ്പോൾ ഈ വീഡിയോ കണ്ട് കട്ടിലേ കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റ് മക്കളെ പഠിക്കാനിരുന്നു. കാരണം 360 ദിവസം അല്ലെങ്കിൽ 300 ദിവസത്തോളം നിങ്ങൾ നഷ്ടപ്പെടുത്തി. ഇനിയും നിങ്ങൾ നഷ്ടപ്പെടുത്താനായിട്ടാണ് ഭാവമെങ്കിൽ മക്കളെ, നമ്മളെ കുത്തിപ്പറഞ്ഞവർ, നമ്മളെ കളിയാക്കിയവരൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർ വീണ്ടും നമ്മളെ കളിയാക്കാനായിട്ട് റെഡിയായിരിക്കുമായിരിക്കും. അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങിക്കോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കറങ്ങി നടക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ അവരുടെ മുന്നിൽ തലയുയർത്തി നിർത്തണം, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ തലയുയർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ നിർത്തണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ മക്കളെ, നിങ്ങൾ കിടക്കുന്നിടത്തുനിന്നോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്നിടത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കറങ്ങുന്നിടത്തുനിന്നൊക്കെ വന്ന് പഠിക്കാനുള്ള സ്ഥലത്തിരുന്ന് നമ്മുടെ തോറ്റ സബ്ജക്റ്റ് എഴുതിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനിയുള്ള 14 ദിവസം എന്ന് പറയുന്നത് വളരെ കുറച്ച് ദിവസമാണെങ്കിൽ പോലും അതിനകത്തൊരു 10 ദിവസം നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മക്കളെ, നിങ്ങളൊന്നും ഒരിക്കലും തോൽക്കാൻ പോണില്ല. അത് ഞാൻ നിങ്ങളോട് പറയുവാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം കഴിഞ്ഞു, ഇനി നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളൂ, ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് സേ ബാച്ചിലെ കുട്ടികൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. അവർ ഏകദേശം 30 മാർക്കിനപ്പുറം കംപ്ലീറ്റ് ചെയ്തു. സോ അവർക്ക് റിവിഷൻ ചെയ്തോട്ടെ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിവിഷൻ ചെയ്യാനുള്ള സമയം ധാരാളമുണ്ട്. അങ്ങനെയുള്ള കുട്ടികളുടെ അവസ്ഥ ഒന്ന് ഓർത്ത് വയ്ക്കണം മക്കളെ. എന്താണ്, എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് റിവിഷനുള്ള ഡേയ്സാണ് മുന്നിലുള്ളതെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്ത് സുഖമായിരിക്കും അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചിൻ്റെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഏകദേശം ഒരു 8 ദിവസത്തിനുള്ളിൽ പഠിപ്പിച്ച് തീർക്കും. അവർക്കും ഏകദേശം ഒരു 6 ദിവസത്തോളം പിന്നെ റിവിഷൻ ചെയ്യാനും അല്ലെങ്കിൽ ബോണസ് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളൊക്കെ അവസരമുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള മക്കളെ, നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? ചിലവരുടെ കമൻറ്റ് ഞാൻ കണ്ടു, പഠിക്കാൻ തോന്നുന്നില്ലെന്ന്. എടാ, പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അവസരമുണ്ട്. ഏതെങ്കിലും യൂട്യൂബ് ചാനലിലോ എവിടെയെങ്കിലും കയറി കണ്ട് പഠിക്കുക. ബാച്ച് ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളുടെ ആഗ്രഹമാണ്, നിങ്ങളുടെ താല്പര്യമാണ്. വേണമെങ്കിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരാളിങ്ങനെ നിങ്ങളിങ്ങനെ എന്താണ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തന്നെ നമ്മളെ തന്നെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്ത് തന്നെ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിക്കണമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരൊക്കെ നമ്മളിങ്ങനെ കുത്തിപ്പറയാനായിട്ട് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരിക്കൽ തോറ്റുപോയെന്ന് കരുതി ഇനി ജീവിതത്തിലൊന്നും നമ്മൾ തോൽക്കാനൊന്നും പോകണമെന്നില്ല. പക്ഷേ എങ്കിൽ ഈ +2 എന്ന് പറയുന്ന ഈ ഒരു കടമ്പ കടന്നിരിക്കുകയല്ല എൻ്റെ മക്കളും. എന്തായാലും നമ്മൾ 2 വർഷം കഷ്ടപ്പെട്ടതല്ലേ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറായിരിക്കുക. ഇപ്പോൾ അവിടുന്ന് ചാടി എഴുന്നേറ്റ് പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുക മക്കളെ. പിന്നെ എൻ്റെ മാത്സിൻ്റെ എക്സാം എഴുതുന്ന മക്കളോട് പറയാനുള്ള മക്കളെ, ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾ ഒരിക്കലും വിടാൻ പാടില്ലാത്ത 4-5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു തീർക്കണം. നമ്മൾ റാപ്പിഡ് റിവിഷനിൽ മെട്രിസസ് പഠിച്ചു തീർത്തു. സോ അതൊരു 7 മാർക്ക് കിട്ടും. പിന്നെ ഡിറ്റർമിനൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു തീർക്കണം. അതിൻ്റെ അകത്തുനിന്ന് ഒരു 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ LPP എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് നിന്ന് 6 മാർക്ക്. പിന്നെ വെക്ടർ അൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് നിന്ന് 7 മാർക്ക്. പിന്നെ 3D എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് നിന്നൊരു 4 മാർക്ക്. ഏകദേശം 30 മാർക്കോളം നമുക്ക് വാങ്ങാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ് മക്കളെ. ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ച് ഉറപ്പായിട്ടും 30 മാർക്ക് കിട്ടും. അതിനുശേഷം സമയമുണ്ടെങ്കിൽ മാത്രം ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക. അതിൻ്റെ കൂടെ ഇൻ്റഗ്രൽസും മറ്റേതൊന്നും അരിച്ചു പെറുക്കിയൊന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ല, അതൊക്കെ വിട്ടേക്കുക മക്കളെ. ഇനിയുള്ള സമയം ഇത് മാത്രം പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാ മക്കൾക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. നമ്മുടെ റാപ്പിഡ് റിവിഷൻ ഇങ്ങനെ തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതേപോലെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരു 10 ദിവസം മുമ്പ്, ഒരു എക്സാമിൻ്റെ ഒരു 4 ദിവസം മുമ്പ് 10 ദിവസം എങ്കിലും നമുക്ക് പഠിക്കാൻ വേണം. അപ്പോൾ ഇനിയുള്ള 10 ദിവസം നിങ്ങൾ പഠിക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ഇനിയുള്ള പിന്നെ 2 ദിവസം നിങ്ങൾക്ക് റിവിഷനായിട്ട് എടുക്കാം. സമാധാനമായിട്ട് പോയി പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടുള്ള ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് മക്കളെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.